പോയി. എവിടെയോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ, സമ്പത്ത് ഇല്ലാഞ്ഞിട്ടാണോ, ജോലി ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല. സകല കുടുംബങ്ങളിലും സ്വസ്ഥതയെ കെടുത്തുന്ന ഒരു വിപത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരുവനെ മദ്യത്തിന്റെ ആസക്തിയിലേക്ക് തള്ളിയിടുന്ന, ഒരുവനെ കൊലപാതകയാക്കി മാറ്റുന്ന, ഒരുവനെ കുറ്റവാളിയാക്കി മാറ്റുന്ന പാപമെന്ന് പറയുന്ന ഒരു വിപത്ത് സകല മനുഷ്യരിലുമുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഭാവിയായി മാറിയത്? അല്ല, മനുഷ്യൻ ഭാവിയായി മാറിയത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന മനുഷ്യൻ ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ചതുകൊണ്ട് മനുഷ്യൻ ഭാവിയായി മാറി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ ഈ ഉലകത്തിൽ പിറന്നു വീഴാനിരിക്കുന്നതും ഇതുവരെ പിറന്നിട്ടുള്ളതുമായ യേശു ഒഴിച്ച് സകല മനുഷ്യരും പാപിയായിട്ടാണ് ജനിക്കുന്നത്. ആ പാപത്തിന് മോചനം വേണം. പാപത്തിന്റെ മോചനത്തിന് വേണ്ടി സകല മനുഷ്യരും അവിടെയും ഇവിടെയും ഓടി നടക്കുന്നുണ്ട്. പലവിധമായ നേർച്ചകളും കാഴ്ചകളും അർപ്പണങ്ങളും ദർപ്പണങ്ങളും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ദൈവം തന്നെ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവമായിരുന്നവനെ, രാജാതി രാജാവായി സ്വർഗാതി സ്വർഗങ്ങളിൽ വസിച്ചിരുന്നവനെ നാസരൂപം എടുത്തുകൊണ്ട് ഈ താണഭൂമിയിൽ മനുഷ്യനായി വിശുദ്ധ ബൈബിളിൽ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ കന്യകയിൽ പരിശുദ്ധാത്മാവിനാൽ പാപം കൂടാതെ ഉരുവാക്കപ്പെട്ടുകൊണ്ട് ഈ ഉലകത്തിൽ യേശു എന്ന ലോകരക്ഷകൻ ജനിപ്പാനിടയായി തീർന്നു. യേശു ഈ ഉലകത്തിൽ ജനിച്ചത് ഒരു മതം സ്ഥാപിക്കുവാനല്ല, തന്റേതായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല യേശു ഉലകത്തിൽ ജനിച്ചത്. പിന്നെ എന്തിനാണ് ജനിച്ചത്? യേശു ഉലകത്തിൽ ജനിച്ചത് മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, ശാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ശാപത്തിന്റെ പേരും പറഞ്ഞ് ഒരുപക്ഷെ താങ്കളെ മാറ്റി നിർത്തിയിരിക്കാം, കുടുംബക്കാർ മാറ്റി നിർത്തിയിരിക്കാം. പലവിധ ശാപത്തിന്റെ കെട്ടുകൾ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞ് പലവിധമായ അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി പലതും കാട്ടിക്കൂട്ടിയ വ്യക്തിയാകാം താങ്കൾ. എന്നാൽ ഇന്ന് മകൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയട്ടെ, താങ്കളെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിലേക്ക് അവതരിച്ച യേശു എന്ന രക്ഷകൻ താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയൂടെയാണ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ